അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? എല്ലാവരും ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഈ ചേച്ചിയുടെ അടുത്തേക്ക് എത്തിക്കണം കേട്ടോ. എന്റെ ഒരു പുതിയ ബിസിനസ് ആണ്. അപ്പോൾ ആ ചേച്ചിയിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് ഓർത്തിട്ടാണ്. ആ മറ്റേ ചേച്ചിക്കുണ്ടല്ലോ ഇച്ചിരി മാന്യത ഉള്ളത് കൊണ്ടായിരിക്കും ഈ കുണ്ടിയിൽ മെഹന്തി ഇടാത്തത്. അതിന്റെ മറുപടി തരാൻ അറിയാത്തോണ്ടായിരിക്കത്തില്ല, മാന്യത ഉള്ളത് കൊണ്ട് കട്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ മാന്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഓൺലൈൻ വഴി മെഹന്തി ഇടാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുണ്ടിയിലിട്ട് പരിചയമില്ല. ഞാനത് ചേച്ചിയിൽ അങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പൊ ചേച്ചി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊമോഷനും കൂടെ ആകും, എനിക്ക് കുറച്ച് വർക്ക് കൂടുതൽ കിട്ടുമല്ലോ. അപ്പൊ ചേച്ചിയോട് പറയാനുള്ളത്, ചേച്ചി ഏറ്റവും പുതിയൊരു ഡിസൈൻ ആയിട്ട് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിയുടെ മറ്റേ ചേട്ടൻ ഉണ്ടല്ലോ, ചേട്ടന്റെ ആ സാമാനത്തിന്റെ ഫോട്ടോ കൊണ്ടു തരികയാണെങ്കിൽ അത് ചേച്ചിയുടെ കുണ്ടിയിൽ വരയ്ക്കണം. അപ്പൊ ആ കുണ്ടിയും ആ അണ്ടിയും കൂടെ ചേരുമ്പോഴത്തേന് ഒരു സെറ്റ് ആകും. എങ്ങനെയുണ്ട് ആ ഒരു ഡിസൈൻ? എങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? RJ അഞ്ജലി, ഇതിനു മുമ്പ് ഞാൻ അഞ്ജലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പ്രോഗ്രാമിൽ ചെന്നിട്ട്, ഒരു കോമഡി എന്റർടൈൻമെന്റ് പ്രോഗ്രാമിൽ ചെന്നിട്ട്, എന്താണ് നീ അവിടെ പേടിച്ച് നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വാ എന്ന് ഒരു കലാകാരൻ അതിനകത്ത് ഉള്ള ഒരാൾ വിളിച്ചപ്പോഴത്തേന് എടി പോടി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഒക്കെ കാണിച്ച കുല സ്ത്രീ അല്ലേ താങ്കളെ കുറിച്ച് അന്നേ ഞാൻ വീഡിയോ ചെയ്തത്. താങ്കളുടെ ഇൻസ്റ്റഗ്രാമിലെ പല വീഡിയോസിനകത്തും ആളുകളെ ബഹുമാനമില്ലാതെ പ്രായം നോക്കാതെ വിളിക്കുന്ന പല വീഡിയോയും കൂടെ ചേർത്ത് വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നു. പക്ഷേ എന്റെ ചാനലിൽ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് കിട്ടി പോയ ഒരു വീഡിയോയാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ താങ്കളുടെ വീഡിയോ കാണാനും വന്നിട്ടില്ല, കാണുന്നോട്ട് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്തായാലും ഇതിനൊരു മറുപടി തരണം. കാരണം പ്രാങ്ക് എന്ന പേരിൽ തന്തയില്ലായ്മ പറയുക എന്നുള്ളതല്ല പ്രാങ്ക് എന്ന് പറയുന്നത്. പ്രാങ്ക് എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനകത്തൊരു മാന്യതയും കൂടെ നോക്കണം. അല്ല പ്രാങ്കിന്റെ പേരിൽ എന്ത് തന്തയില്ലായ്മയും കാണിക്കരുത്. പിന്നെ ഇത് നാട്ടുകാരെല്ലാരും കൂടെ ഏറി കെട്ടി കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി ഒരു മാപ്പ് അപേക്ഷയും കൊണ്ട് വന്നു. അതിന്റെ താഴെയും ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഇത് രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഇതിന്റെ ഉത്തരവാദികളെന്ന്. ചേച്ചി ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തും ചേച്ചി പറഞ്ഞേക്കുന്നത് ഇതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ ചെയ്തവർ തൂങ്ങിക്കോണമെന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ ചേച്ചി എന്ത് തന്തയില്ലായ്മയും കാണിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്തവരുടെ തലയിലേക്ക് കൂടെ കെട്ടിവെക്കുന്നത് ശരിയാണോ ചേച്ചി? എന്തായാലും ചേച്ചി ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഞാൻ നല്ല രീതിയിൽ ഇടാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി എനിക്കതൊന്ന് ഓഫ്ലൈനിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ചേച്ചി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻബോക്സിൽ മെസ്സേജ് അയക്കണം കേട്ടോ.